ഞാൻ എങ്ങനെ ധോണിക്കാരിയായി എന്നുള്ള കഥ ഇന്നലെ നിങ്ങൾ കേട്ടുവല്ലോ. അപ്പോ ഈ വീഡിയോ അതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. എനിവേ വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ ദോഹ ടു ധോണി സീരീസ് പാർട്ട് നമ്പർ 3. കണ്ടിന്യൂഷൻ വീഡിയോ ആണെങ്കിൽ പോലും പക്ഷേ ഡിഫറെന്റ് സ്റ്റോറി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. കണ്ണില്ലാത്തപ്പോഴാ കണ്ണിന്റെ വില മനസ്സിലാവുള്ളൂ എന്ന് നമ്മളെല്ലാരും തന്നെ കേട്ടു. പക്ഷേ ചില സമയങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട് ഒരു കാര്യത്തിന്റെ വാല്യൂ മനസ്സിലാക്കാനായിട്ട് അത് ഇല്ലാതാവണം എന്നില്ല. കുറച്ച് നാളത്തേക്കെങ്കിലും കണ്ണകലത്തിലേക്കോ കൈയകലത്തിലേക്കോ അത് മാറിയാലും മതി. ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല, 3 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ ഞാൻ മിസ് ചെയ്ത എന്റെ നാടാണ്. പഠന സംബന്ധമായിട്ടും ജോലി സംബന്ധമായിട്ടും നാട് വിട്ട് മാറി നിൽക്കേണ്ടി വന്നപ്പോഴാണ് നമ്മുടെ നാടിന്റെ ശരിക്കുള്ള വാല്യൂ എനിക്ക് മനസ്സിലാവുന്നത്. ഓരോ വെക്കേഷനിലും ഞാൻ നാട് വന്ന് വിസിറ്റ് ചെയ്ത് പോകുമ്പോൾ എനിക്ക് മിസ്സാവുന്നത് എന്റെ വീടും വീട്ടുകാരും മാത്രമല്ലായിരുന്നു, ഈ പച്ചപ്പ് ചൂട് നിൽക്കുന്ന നമ്മുടെ നാടും കൂടെയായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ എന്റെ ഫ്രണ്ടായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു. എപ്പോഴൊക്കെ നീ നാട്ടിലേക്ക് പോകാനായിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആ ഒരു സമയം ഡേ ടൈം തന്നെ നോക്കിയിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണേ. ആള് അന്ന് അത് എന്റെ അടുത്ത് പറഞ്ഞതിന്റെ പൊരുള് അപ്പോഴും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്ന പോലെ പച്ചപ്പ് നിറഞ്ഞ നമ്മുടെ നാട് പകൽ വെളിച്ചത്തിൽ കാണുമ്പോൾ ആള് പറഞ്ഞ കാര്യം എല്ലാ അർത്ഥത്തിലും ശരിയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം നാടെല്ലാം വിട്ട് കുറച്ചു നാളെങ്കിലും നാട്ടിൽ നിന്ന് മാറി നിന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ മരുഭൂമിയിൽ നിന്ന് മരുപ്പച്ചയിലേക്കുള്ള യാത്രാവിശേഷങ്ങള് ഞാൻ ഇന്നത്തോടു കൂടി നിർത്തുകയാണ്. ഇനി അങ്ങോട്ട് നമുക്കിനി നാട്ടിൽ കൂടാം. ഇനി വരും ദിവസങ്ങളിൽ തീർച്ചയായും എന്റെ നാടും നാട്ടുവിശേഷങ്ങളായിട്ട് നമുക്കിനി കണ്ടുപോകാം. സംസാരിച്ചിരുന്ന് 4-4.5 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. ഫൈനലി നമ്മൾ നാട്ടിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഒരു എക്സൈറ്റ്മെന്റും ഹാപ്പിനെസ്സും ഉണ്ട് എനിക്ക്. എനിവേ വിൽ സീ യു ഇൻ ദ അപ്കമിംഗ് വീഡിയോസ്. ബൈ.